നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സാർ നമസ്കാരം. വന്ദേ മാതരം. വന്ദേ മാതരം പ്രശാന്ത്. വന്ദേ മാതരം. സാർ, നമ്മുടെ രാജ്യം ഒരു പ്രധാന ചുവടുവയ്പ്പിന് തയ്യാറാകുകയാണ്. നേരത്തെ മുമ്പൊരിക്കൽ നമ്മുടെ പ്രധാനമന്ത്രി ഒരു ദിവസം രാത്രി 8 മണിക്ക് വന്നിട്ട് ഡിമോണിറ്റൈസേഷൻ പ്രഖ്യാപിക്കുകയാണ്. അന്നങ്ങനെ ഈ 1000 രൂപയുടെ നോട്ടുകൾ പിൻവലിച്ചു. 500 രൂപയുടെ നോട്ടുകളും 100 രൂപയുടെ നോട്ടുകളും ഒക്കെ പിന്നീട് പിൻവലിക്കുകയാണ്. രൂപം മാറി, താമസം വിന പുറത്തു വരും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വളരെ പെട്ടെന്ന് അങ്ങനെ ഒരു അത്രത്തോളം ഇല്ലെങ്കിലും ഒരു അത്ഭുതത്തിൻ്റെ വക്കിൽ, അല്ലെങ്കിൽ നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന തരത്തിൽ ഒരു തീരുമാനം എപ്പോൾ വേണമെങ്കിലും വന്നേക്കും എന്ന് കേൾക്കുകയാണ്. മറ്റൊന്നുമല്ല, നമ്മളിപ്പോൾ നിലവിൽ നമ്മുടെ കറൻസി പേപ്പറിലാണ് അച്ചടിക്കുന്നത്. അത് മാറ്റിയിട്ട് പ്ലാസ്റ്റിക് കറൻസി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ വലിയ ആലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് തീരുമാനത്തിൻ്റെ വക്കിലെത്തി നിൽക്കുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്താണ് സാർ ഈ കാര്യത്തിൽ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു നീക്കം നടക്കുന്നത് എന്തുകൊണ്ടാണ്? കേന്ദ്ര സർക്കാർ എന്തായിരിക്കും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിനെന്തൊക്കെ നന്മകളുണ്ട്, ഇതിനെന്തൊക്കെ അപകടങ്ങളുണ്ട് ഇതിനകത്ത്? ഈ പ്രശാന്ത്, പ്ലാസ്റ്റിക് കറൻസി ആണ് ഇന്നേ വരെ ലോകം കണ്ടുപിടിച്ച കൗണ്ടർ ഫീറ്റിംഗ് അബ്സല്യൂട്ട്ലി സീറോ ആണ്. കള്ളനോട്ട് പൂജ്യം ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പം മോഡിജിയും ഇപ്പോഴത്തെ ഗവൺമെൻറ്റും പഠിച്ച പാൻറ്റ് പണിയും നോക്കി ഈ 500 രൂപ 2000 കറൻസി വിഡ്രോ ചെയ്തതിൽ എന്തൊക്കെയോ ഗവൺമെൻറ്റിൻ്റെ മിസ്റ്റേക്കല്ല, ഈ കള്ളന്മാർ, ഈ നമ്മുടെ ശത്രുക്കൾ, പാകിസ്ഥാൻ, ചൈന, പിന്നെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ പുതിയ ശത്രുക്കൾ വരുന്ന സമയത്ത് അപ്പം ഇവരെല്ലാം കൂടെ ചേർന്ന് ആണ് പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിലാണ് ഇത് പ്രിൻ്റ് ചെയ്തുകൊണ്ടിരുന്നത് ചൈനയുടെ സഹായത്തോടെ. അപ്പം അതുകൊണ്ടാണ് അന്ന് അദ്ദേഹം ഇത് ചെയ്തത്, വിഡ്രോ ഡിമോണിറ്റൈസേഷൻ ചെയ്തത്. പക്ഷെ ആ ചെയ്തതിൻ്റെ കാലം സ്പീഡിൽ ഈ കറൻസി കുറേ തിരിച്ചു വന്നെന്ന് പറയപ്പെടുന്നു. 2000 അല്ല 500. 2000 ഇല്ല, അത് ഇവന്മാർ കൊണ്ടുവരുമെന്നറിയാം, അതുകൊണ്ടാണ് 2000 വേണ്ടെന്ന് വെച്ചത്. പക്ഷെ ഇപ്പോൾ ഒരാഴ്ചക്ക് മുമ്പ് ഏതോ നാഷണലൈസ് ബാങ്കിൽ 1 ലക്ഷം രൂപയുടെ 500 പുതിയ നോട്ട് പിടിച്ച റിപ്പോർട്ടറുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ 1 ലക്ഷം അവരെ കൈ കിട്ടി, ഇപ്പോഴും സർക്കുലേഷനിലുണ്ടെന്നാണ് ഈ കള്ളനോട്ട്. അപ്പം ഇത് ഇപ്പോഴേ പിടിച്ചുള്ളെങ്കിലും മോഡിജിയും ഗവൺമെൻറ്റും ഇത് നേരത്തെ എടുത്തു. ഈ പിടിച്ചത് കഴിഞ്ഞ ആഴ്ചയിലാണ്. പക്ഷെ അതിന് മുന്നേ ഇൻ്റലിജൻസ് ഏജൻസീസ് റിപ്പോർട്ട് ചെയ്ത് കാണും, ഇത് സർക്കുലേഷനിലുണ്ട്, 500 റുപ്പീസ് ഉണ്ട്. അപ്പോൾ മോഡിജി വിചാരിച്ച് ഇനി തിരിഞ്ഞും പിരിഞ്ഞും നോക്കാനില്ല, ഭയങ്കര കോസ്റ്റ്ലിയാണ് പ്ലാസ്റ്റിക് കറൻസി, ഇനി പ്ലാസ്റ്റിക് കറൻസി അങ്ങ് അടിച്ചു കളയാം, അല്ലാതെ നിവർത്തിയില്ല. അതാണ്. അപ്പം പക്ഷെ അത് ഭരിച്ച ചിലവുള്ളതാണ്, വലിയ റിസ്ക് ഉള്ളൊരു കാര്യം ആണെന്ന് പറയാൻ കഴിയുമോ? ഭയങ്കര എക്സ്പെൻസാണ്. അപ്പോൾ അതിനെ പോളിമർ കറൻസി എന്നും ഒരു പേരുണ്ട്. പ്ലാസ്റ്റിക് കറൻസി എന്നല്ല, പോളിമർ കറൻസി അതിനൊരു പേരുണ്ട്. ഇപ്പം ലോകത്തിൽ എന്താ ചോദിക്കാം? ഞാൻ ചോദിക്കാമെന്ന് മറ്റൊന്നുമല്ല സാർ, ഈ നമ്മളിപ്പോൾ ഡിജിറ്റൽ ഇടപാടുകളുടെ ഒരു കാലമാണ്. ഇപ്പോൾ ഗൂഗിൾ പേ പോലെ, പേടിഎം പോലെയൊക്കെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ട്. അതിൻ്റെ കൂടുതൽ പുതിയ അഡ്വാൻസ്ഡ് വെർഷൻസ് വരാൻ തയ്യാറായി അണിയറയിൽ നിൽക്കുകയാണ് എന്നാണ് കേൾക്കുന്നത്. ഇൻ്റർനെറ്റ് ബാങ്കിങ് സാർവത്രികമായിരിക്കുന്നു. UPI പേയ്മെൻറ്റ്സിന് ഇപ്പോൾ വലിയ അളവിൽ UPI പേയ്മെൻറ്റ്സ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ഇങ്ങനൊരു കറൻസിയിലേക്ക് തന്നെ പോകുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഒരു സാങ്കത്യം അല്ല, അത് പ്രശാന്ത, അത് ജനങ്ങൾ തമ്മിലുള്ള ചെറിയ ട്രാൻസാക്ഷൻ അല്ലേ ഇതിൽ പറ്റുള്ളൂ. UPI മറിച്ചെന്നൊക്കെ ഈ ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ, 50 കോടി രൂപ ഒരാൾ കൊടുക്കണമെങ്കിൽ അത് പിന്നെ ചിലപ്പോൾ കറൻസി ആവശ്യം വരും. കറൻസി അത് കംപ്ലീറ്റ് കറൻസി ഇല്ലാത്ത ഒരു ക്വിൻറ്റെസെൻഷ്യലാണ്. അതുകൊണ്ടാണ് എല്ലാ രാജ്യങ്ങളും ഇതടിക്കുന്നത്. 40 രാജ്യങ്ങൾ പ്ലാസ്റ്റിക് കറൻസി, പോളിമർ കറൻസിയിലുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് തുടങ്ങിയത് ഓസ്ട്രേലിയയാണ്. ലോകത്തിൽ ആദ്യം പ്ലാസ്റ്റിക് കറൻസി അടിച്ചു തുടങ്ങിയ ഓസ്ട്രേലിയയിലാണ്. ഞാൻ 90
7-ലും ഓസ്ട്രേലിയയിൽ ഉള്ളപ്പോഴാണ് ഞാൻ ഈ പ്ലാസ്റ്റിക് കറൻസി അവിടെ കാണുന്നത്. അപ്പോൾ എത്ര വർഷമായെന്ന് ആലോചിക്കണം. അന്നേ ഉണ്ട്. അതിന് മുന്നേ ഉണ്ട്. അതിനൊരു 10 വർഷം മുമ്പേ ഓസ്ട്രേലിയ ഇറക്കിയതാണ്. എന്തിനു പറയുന്നത്, ഇന്ത്യയായിട്ട് പല കാര്യങ്ങളും പിന്നോക്കം നിൽക്കുന്ന മലേഷ്യയിൽ പോലും പ്ലാസ്റ്റിക് കറൻസി ഉണ്ട്. എത്രയോ വർഷങ്ങളായി, മോർ ദാൻ 10 yearsആയി പ്ലാസ്റ്റിക് കറൻസിയാണ്. അപ്പം 40 രാജ്യങ്ങൾ ഇറങ്ങി ഓൾറെഡി പ്രിൻ്റ് ചെയ്തു. ഇനിയും 10-20 രാജ്യങ്ങളിൽ, ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഇത് പ്രിൻ്റ് ചെയ്യാനുള്ള നീക്കം നടക്കുകയാണ്. പക്ഷേ 2018 RBI പരീക്ഷണാടിസ്ഥാനത്തിൽ ഏകദേശം 7 സിറ്റിയിൽ ഇന്ത്യയിൽ, കൊച്ചി അടക്കം 10 രൂപയുടെ പ്ലാസ്റ്റിക് കറൻസി ഇറക്കി. ആരും അറിഞ്ഞില്ല. അത് വലിയ പബ്ലിസിറ്റി വന്നില്ല. നമ്മുടെ പൈലറ്റ് പ്രോജക്റ്റ് പോലെ അത് വന്നു. അത് 2018. അപ്പൊ എനിക്ക് ഡിമോണിറ്റൈസേഷനൊക്കെ അടുപ്പിച്ചാണ്. പിന്നെ 2016 ഡിമോണിറ്റൈസേഷൻ. അതെ, അടുപ്പിച്ച് 18. 2016 നവംബർ 8 ആയിരുന്നു. അതിനുശേഷം പിന്നീട് 2000-ന്റെ നോട്ട് നമ്മൾ പിൻവലിച്ചു. അതെ. അപ്പോൾ പിന്നെ പ്ലാസ്റ്റിക് കറൻസി അതിനെന്ത് സംഭവിച്ചു? പൈലറ്റ് പ്രോജക്റ്റ് വിജയിച്ചു? അല്ല, അത് അറിഞ്ഞൂടെ, എനിക്ക് അറിഞ്ഞൂടെ എന്ത് സംഭവിച്ചെന്ന്. അതിന്റെ ഇത് രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് കേന്ദ്രം. അത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിനെപ്പറ്റി പിന്നെ ഒന്നും ഞാൻ വായിച്ചില്ല ഒരിടത്തും. എനിവേ പ്ലാസ്റ്റിക് കറൻസി ഇപ്പം പിന്നെ USA ഒഴിച്ച് ബാക്കിയുള്ള രാഷ്ട്രങ്ങളെല്ലാം അതിനകത്ത് ഇറങ്ങിയിരിക്കുകയാണ് പ്ലാസ്റ്റിക് കറൻസി. ഇതിപ്പോൾ ഏകദേശം 192 രാജ്യങ്ങൾ, 196 രാജ്യങ്ങൾ ഉള്ളതിൽ 60 രാജ്യങ്ങൾ ഇതിലേക്ക് ആയില്ല. 40 പ്ലസ് പിന്നെ ഒരു 20 വരാൻ പോകുന്നു. അപ്പോൾ അത് ഇന്നല്ലെങ്കിൽ നാളെ. പിന്നെ പല രാജ്യങ്ങളും, കൊച്ചു രാജ്യങ്ങളൊക്കെ ഭയങ്കര ഇതിൻ്റെ പിന്നിലുള്ള ഹ്യൂജ് എക്സ്പെൻസ് കൊണ്ടാണ് അവർ മടിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്ക് ഇനി നിവർത്തിയില്ല. കാരണം ഞാൻ ഇങ്ങനെ ഈ യുവമാർ നമ്മളെ തുലയ്ക്കാനായിട്ട്, നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനായിട്ട് നിശ്ചയിച്ച് ഇറങ്ങിയിരിക്കുകയാണല്ലോ. അപ്പം അത് വരും. അത് 10 രൂപയും 20 rupees തുടക്കത്തിൽ എന്ന് പറയപ്പെടുന്നു. അത് വരും. അപ്പോൾ ഇത് പോളിമർ കറൻസി എന്ന് പറയുന്നത് ഇത് ലാസ്റ്റ് ചെയ്യും. അബൌട്ട് 7 years എങ്കിലും മിനിമം ലാസ്റ്റ് ചെയ്യും. നമുക്ക് ഈ ഇപ്പം നമ്മൾ പേപ്പർ കറൻസി നമ്മൾ അടിക്കുന്നത് പോലെ അടിക്കേണ്ടി വരത്തില്ല. അതിനേക്കാൾ കാലാവധി കൂടുതൽ കിട്ടും. അപ്പം ഈ പേപ്പർ കറൻസി അതിൻ്റെ പ്രൊപ്പോർഷൻ എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് റിസർവ് ബാങ്കും മിനിസ്ട്രി ഓഫ് ഫൈനാൻസും എല്ലാം കൂടെ ചേർന്നാണ്. അത് എങ്ങനെയായിരിക്കും, എത്ര കാലം? അല്ല, അത് 7 years ആണ്. പക്ഷെ എത്ര നോട്ട് അടിക്കേണ്ടി വരും എന്നുള്ളതിനെ പറ്റി എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. പിന്നെ ഇത് വാട്ടർ പ്രൂഫാണ്, ടിയർ റെസിസ്റ്റൻറ്റ്, കീറിപ്പോവില്ല. മറ്റേ നോട്ടൊക്കെ ആണെങ്കിൽ കീറിപ്പോവും. ഇപ്പം അത് ചെയ്യില്ല. പിന്നെ വെള്ളത്തിൽ വീണ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യില്ല പ്ലാസ്റ്റിക് കറൻസി. പിന്നെ ഈ പ്ലാസ്റ്റിക് കറൻസിയിൽ ഈ അഴുക്ക് പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് ഡസൻറ്റ് അബ്സോർബ് ഡർട്ട് എന്നാണ്. പിന്നെ ഡർട്ട്, സ്വെറ്റ്. അപ്പം നമ്മുടെ ഈ കറൻസി നോട്ട് ഈ ഒരു വലിയൊരു അണുക്കളുടെ ജംസിന്റെ കൂടാരമാണെന്നാണ് പറയുന്നത്. അസുഖങ്ങൾ വരാതെ തുപ്പൽ തൊട്ടാണ് ഈ ഇത് എണ്ണ. അപ്പോൾ അത് ഭയങ്കര അൺഹൈജീനിക്കാണ്. അതുകൊണ്ട് അപ്പം ഇതൊക്കെ താഴേക്കിടയിലുള്ള ആളുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യം അവർക്ക് അറിഞ്ഞൂടെ. ഇപ്പം മത്സ്യം കച്ചവടം നടക്കുന്നിടത്ത് ഇതൊന്നും ശ്രദ്ധിക്കാൻ അവർക്ക് പറ്റില്ല. അപ്പം ഇത് പിന്നെ പ്ലാസ്റ്റിക് ഇതിന്റെ മറ്റുമൊക്കെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് നിൽക്കില്ല. പിന്നെ ഇതിനകത്തുള്ള ഇതിന്റെ ഫീച്ചേഴ്സ് ഒന്ന് ക്ലിയർ ട്രാൻസ്പെറൻസി, ഈ വിൻഡോ സീ ത്രൂ ആണ് എല്ലാം. അതെല്ലാം കാണാം അതിനകത്ത്. ഈ നമ്മുടെ കറൻസി നോട്ടിൽ അത്ര സുതാര്യമല്ല. അതേസമയം അമേരിക്കയുടെ US-യുടെ നോട്ട് ഭയങ്കര സുതാര്യമാണ്. പക്ഷെ നമ്മുടെ സുതാര്യമല്ല. പ്ലാസ്റ്റിക് കറൻസി അല്ല US അല്ല, ഇത് പേപ്പറാണ് സ്റ്റിൽ. പിന്നെ വെരി ഹാർഡ് ടു കോപ്പി വിത്ത് പേപ്പർ പ്രിന്റേഴ്സ് ഈ പ്ലാസ്റ്റിക് കറൻസി, വെരി ഹാർഡ്. പിന്നെ ഹോളോഗ്രാഫിക് ഫോയിലുണ്ട്. അതൊക്കെ അതിനകത്ത് കാണാം. ഇങ്ങനെ പിടിച്ചാൽ മതി. പിന്നെ വേറൊരു പ്രത്യേകത, ഷൈനി പാച്ചസ് ദാറ്റ് ചേഞ്ചസ് ഇറ്റ്സ് കളർ വെൻ യു ടിൽറ്റ് ദ നോട്ട്. ഈ നോട്ട് ഇങ്ങനെ ആക്കിയാൽ ഒന്ന് തിരിച്ചാൽ ഷൈനി പാച്ചസ് ദാറ്റ് വിൽ ചേഞ്ച് ദ കളർ. അതിൻ്റെ കളർ ചേഞ്ച് ആവും. ഇപ്പോൾ ഓറഞ്ച് കളർ
അപ്പം ഈ ഓറഞ്ച് കളർ, ബ്ലൂ, ഗ്രീൻ ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ആ കളർ ചേഞ്ച് ചെയ്യുന്നതാണ് ഈ പ്ലാസ്റ്റിക്. അപ്പം ഇതൊക്കെ ബുദ്ധിമുട്ടാണ് ഇത് ചെയ്യാനായിട്ട്. ഈ കൗണ്ടർ ഫീറ്റ് ഇറക്കാൻ അതിൻ്റെ ഈ അൽഗോരിതം, അതിൻ്റെ മെക്കാനിസം, ടെക്നോളജിയും അത് അത്ര എളുപ്പമല്ല. ഇപ്പം നേരെ മറിച്ച് ചൈനയ്ക്കും പാകിസ്ഥാനും നമ്മുടെ കറൻസി കൊണ്ട് അടിക്കാൻ വളരെ എളുപ്പമാണ്. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കണം. ഇവിടെ ഒരു ഹോം മിനിസ്റ്റർ, പേര് പറയുന്നില്ല, നമ്മൾ ഇംഗ്ലണ്ടിൽ നിന്നും നെതർലാൻഡ്സിൽ നിന്നാണ് കറൻസി നോട്ട് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. നമ്മളും പാകിസ്ഥാനും രണ്ടുപേരും അവിടെ നിന്നാണ്. എന്നിട്ട് അങ്ങേര് തന്നെ ദുബായിൽ ഇറങ്ങി നമ്മളെങ്ങനെയൊക്കെയാണ് അടിക്കാൻ പോകണമെന്നതിൻ്റെ സീക്രറ്റ് മറ്റേ കൊടുത്തു. നമ്മുടെ ഒരു ലീഡിങ് കേന്ദ്രമന്ത്രി. വലിയ ആക്ഷേപവും ആരോപണവും ഒക്കെ. അപ്പം അത് അങ്ങനെ ഒരു സംഗതിയുണ്ട്. അപ്പം ഈ പ്ലാസ്റ്റിക് കറൻസി അത്ര എളുപ്പമല്ല അങ്ങനെ ചെയ്യാനായിട്ട്. പിന്നെ ഈവൻ സാർ ഈ ടെക്നോളജി കിട്ടിയ, ഇതിനകത്തുള്ള രഹസ്യങ്ങൾ കിട്ടിയാൽ പോലും അതവിടെ ശരിയാക്കി നിർമ്മിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് പിന്നെ ഒരു ലോകത്തിൽ ഒരു സിസ്റ്റവും ഫുൾ പ്രൂഫ് അല്ല. ഇങ്ങനെ കൊടുക്കുന്ന പ്രശാന്ത് പറഞ്ഞല്ല, കൊടുക്കാം വേണമെങ്കിൽ. പിന്നെ എന്തോ ചെയ്യും, അങ്ങനെ കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ. അത്ര വൃത്തികെട്ടവന്മാർ നമ്മുടെ രാജ്യത്തുണ്ട്. ഈ മറ്റേ ആള് ഹാർവാർഡിലൊക്കെയാണ് പഠിച്ചെന്നൊക്കെയാണ് പറയുന്നത്. എന്നിട്ടാണ് വൃത്തികെട്ട മന്ത്രി ഇങ്ങനെ ചെയ്തത്. നമ്മുടെ രാജ്യത്തെ ISR ഒറ്റ കൊടുക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ എന്തും ചെയ്യും പൈസയ്ക്ക് വേണ്ടി. അങ്ങനെയുള്ളവന്മാരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവന്മാരെ കൈ കിട്ടിയ പിടിച്ച് ആത്തിടുക, അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുക, അതേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അജ്ഞാതന്മാരെ വിടുക. പിന്നെ ഈ യു ക്യാൻ ഫീൽ ദ ടെക്സ്ചർ ഓൺ പോർട്രേറ്റ്സ് ആൻഡ് നമ്പേഴ്സ്. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇത് അല്ല സുതാര്യതും, പിന്നെ ഇതിനെങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും കൈകൊണ്ട് എന്നാണ് പറയുന്നത്. മൈക്രോ പ്രിന്റിങ്, ടൈനി ടെക്സ്റ്റ് ദാറ്റ് ബ്ലർസ് ഇഫ് ഫോട്ടോകോപ്പി. ഫോട്ടോകോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാവില്ല, ഒരിക്കലും ശരിയാവില്ല. എത്ര ഇനി കൂടിയ ഈ നമ്മുടെ കറൻസിയിൽ ഫോട്ടോകോപ്പി എടുത്താൽ ഡിറ്റോ പോലെ വരും, കാർബൺ കോപ്പിയിൽ വരും. അത് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ടൈനി ടെക്സ്റ്റാണ്, വളരെ ചെറിയ ഇതാണ്. പിന്നെ UV ഫീച്ചേഴ്സ്, ഗ്ലോസ് അണ്ടർ അൾട്രാ വയലറ്റ് ലൈറ്റ്. ഇത് ഒറിജിനൽ കറൻസിയാണ്. ഈ അൾട്രാ വയലറ്റിൻ്റെ അടിയിൽ കൊണ്ട് ഗ്ലോ ചെയ്യും. പിന്നെ ഡൈനാമിക് ഇങ്ക്, സം നമ്പേഴ്സ് ചേഞ്ച് കളർ വെൻ ടിൽറ്റഡ്. ഞാൻ നേരത്തെ പറഞ്ഞ ടിൽറ്റഡ്. അതെ. പിന്നെ ഓസ്ട്രേലിയൻ കറൻസിയിൽ അത് എന്തൊരു ബ്യൂട്ടിഫുൾ കൺസെപ്റ്റാണ്. അതൊക്കെ ശരിയാണ് പ്രശാന്ത് ചോദിച്ചതുപോലെ. ആ ടെക്നോളജിയും ഒറ്റുകാർ കൊടുത്ത എന്തോ ചെയ്യാൻ പറ്റും. ഫ്ലൈയിങ് ഓൾ എന്ന് പറഞ്ഞാൽ ഈ ഓസ്ട്രേലിയൻ നോട്ട് ഇങ്ങനെ തിരിക്കുമ്പം ഓസ്ട്രേലിയൻ മാസ്ക്ഡ് ഓൾ ഫ്ലാപ്പ് ഇറ്റ്സ് വിങ്സ്, ഇങ്ങനെ ചിറകിട്ടടിച്ച് പറക്കുന്ന ഓസ്ട്രേലിയയിലെ അല്ല ഓളിൻ്റെ അത് തന്നെയാണ്. അത് അവർ ഫീച്ചർ ചെയ്തിരിക്കുന്നത് അത്. ആൻഡ് ചേഞ്ചസ് ഇറ്റ്സ് കളർ. അപ്പം അത് ഭയങ്കര ടെക്നോളജി ഉണ്ടെങ്കിൽ ഒരു ടെക്നോളജി നമ്മളും ഇവിടെ അഡോപ്റ്റ് ചെയ്യും. അത് വളരെ കോസ്റ്റ്ലിയാണ്. നമുക്ക് നമ്മുടേതായ രീതിയിൽ ചിലപ്പോൾ ഇനി ഓസ്ട്രേലിയയുടെ നിന്നോ സ്വിറ്റ്സർലൻഡിൽ നിന്നോ പിന്നെ മറ്റേ യൂറോ ഉണ്ട്. യൂറോയിലും യൂറോ കംപ്ലീറ്റ്, യൂറോ ഒറ്റ കറൻസി അല്ലേ ഉള്ളൂ. യൂറോ പ്ലാസ്റ്റിക് കറൻസി. അപ്പം ടെക്നോളജി നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാമല്ലോ. പിന്നെ അപ്പം ഇതാണ് പ്ലാസ്റ്റിക് കറൻസിയുടെ ഒരു ഇത്. അതൊരു ക്വിൻറ്റസെൻഷ്യലാണ്, നമ്മുടെ ആവശ്യമാണ്. എന്താ പറയുക, നമ്മൾ ലേറ്റായിപ്പോയി എന്നുള്ളതാണ്. പറഞ്ഞാൽ നമ്മൾ ഡിനോമിനേഷനെല്ലാം ചെയ്തിട്ടും, അതെ, ഡിമോണിറ്റൈസേഷൻ നമ്മൾ ചെയ്തിട്ടും വീണ്ടും 500 അടിച്ച് തള്ളയാണ്, കൗണ്ടർ ഫീറ്റ്. അപ്പോൾ പിന്നെ ഇനി നിവർത്തില്ല. അതുകൊണ്ട് അത് ചെയ്യട്ടെ. പിന്നെ ഈ USA പിന്നെ ലോകത്തിൽ വളരെ പാരഡോക്സിക്കൽ എന്ന് പറഞ്ഞ പോലെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കറൻസി, ഫേക്ക് കറൻസി പ്രിന്റ് ചെയ്യുന്ന USA. പക്ഷേ ലോകത്തിലെ മോസ്റ്റ് ഡിഫിക്കൽട്ട് കറൻസി US. പക്ഷെ പിടിച്ച അവൻ്റെ കട്ട പുകയാണ് പിടിച്ചു കഴിഞ്ഞാൽ. നമ്മുടെ ഇവിടുത്തെ പോലത്തെ നിയമം ഒന്നുമല്ല. നമ്മുടെ നിയമം സ്ട്രിക്റ്റ് ആണ്, പക്ഷെ അതിൻ്റെ എവിഡൻസ് കളക്ട് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ USA പിടിച്ച ഇവിടെ പിന്നെ ഈ മന്ത്രിമാർ, ഇതുപോലുള്ള മന്ത്രിമാർ തന്നെ കൂട്ടി നിന്ന് കഴിഞ്ഞാൽ അവനെ എവിടെ ഇട്ട് പിടിക്കും. അപ്പോൾ USA എങ്ങനെയല്ല, പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഹാർഷ് പണിഷ്മെൻ്റ് ആണ്. അപ്പോൾ USA ഏറ്റവും ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ $2 $5 ഒക്കെ ചിലപ്പം അവർ വലിയ ബോധേഡല്ല, അത് അടിച്ചോണ്ട് ഓട്ടം വിചാരിക്കും. പക്ഷെ $100 ഉണ്ട്.
അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് പേപ്പറാണ്, പക്ഷെ പേപ്പറും റിബൺ കോട്ടണും ലിനനും എല്ലാം കൂടെ ഉള്ളൊരു കോമ്പിനേഷനാണ്. $100, അതാണ് ഏറ്റവും കൂടിയത്, $100. അപ്പോൾ അതിനകത്ത് റിബൺ ടെക്നോളജി ഉണ്ട്. ആ റിബൺ ടെക്നോളജി വളരെ ഹാർഡാണ് പ്രിൻ്റ് ചെയ്യാൻ. പിന്നെ ഈ US അതിന് $100 ബില്യൺ എന്നാണ് പറയുന്നത്. അത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ അദ്ദേഹത്തിൻ്റെ പടമാണ് കൊടുത്തിട്ടുണ്ട്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞാൽ USA അവരുടെ ഇൻഡിപെൻഡൻസ് ഡിക്ലറേഷൻ 1776 അതൊക്കെ ഡ്രാഫ്റ്റ് ചെയ്ത ആളാണ്. പിന്നെ സയൻറ്റിസ്റ്റാണ്. പിന്നെ ഞാൻ വെച്ചിരിക്കുന്ന കണ്ണാടി ബൈഫോക്കൽ, ഞാനും നിങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ബൈഫോക്കൽ കണ്ടുപിടിച്ച അദ്ദേഹമാണ് ഈ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഈ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഈ നോട്ട് $100 പടം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പടം. അപ്പം യു ഡോണ്ട് നീഡ് എനി മെഷീൻ, ജസ്റ്റ് യൂസ് യുവർ ഐസ്, ഹാൻഡ്സ് ആൻഡ് ലൈറ്റ്. ഇപ്പോൾ 5 സെക്കൻഡ് ബെൻ എന്നാണ് ഇതിൻ്റെ ഷോർട്ട് ഫോം $. 5 സെക്കൻഡ് ചെക്ക് മൈക്രോ പ്രിൻറ്റിങ്, ലുക്ക് അറൗണ്ട് ബെൻ സ്കോളർ. ഇത് പ്ലാസ്റ്റിക് കറൻസിയേക്കാൾ ബുദ്ധിമുട്ടാണ് ഇത് അടിക്കാൻ. അതുകൊണ്ടാണ് $100 ഇതുവരെ പിടിച്ചിട്ടില്ല എന്ന് പറയുന്നത്. ലുക്ക് അറൗണ്ട് കോളർ വിത്ത് യുവർ ഫോൺ ക്യാമറ സൂം. ഫോൺ ക്യാമറ വെച്ച് നോക്കിയാൽ യു ഷുഡ് സീ ടൈനി വേർഡ്സ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. പക്ഷെ ഫേക്ക് ആണെങ്കിൽ അത് വളരെ വീക്കായിരിക്കും. പെട്ടെന്ന് 5 സെക്കൻഡ് വേണ്ടി വരുള്ളൂ $. കൗണ്ടർ ഫിറ്റിംഗ് ആണെന്ന് കണ്ടുപിടിക്കാൻ. അപ്പം അതുകൊണ്ടാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ അവരുടെ ശില്പി, ഭരണഘടനയുടെ ശില്പികളിൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ പടം കൊടുത്തിരിക്കുന്നത്. അത്ര ഇമ്പോർട്ടൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് പ്ലാസ്റ്റിക് കറൻസി. എനിക്ക് അവിടെ ഒരു ചോദ്യം ഉള്ളത്, ഈ നമ്മളിപ്പോൾ നിലവിൽ നമ്മുടെ കറൻസിയിൽ കുറേ മാനദണ്ഡങ്ങളുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് രാഷ്ട്രപിതാവിൻ്റെ ചിത്രം ഉൾപ്പെടെയുള്ളത്. ഈ പ്ലാസ്റ്റിക് കറൻസി വരുമ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരാൻ സാധ്യതയുണ്ടോ? എനിക്ക് യാതൊരു പിടിയില്ല. രഹസ്യമാണ്. അല്ല, അഥവാ പിന്നെ അറിയാമെങ്കിലും നമുക്കിപ്പോഴേ പറയാൻ ഒക്കില്ലല്ലോ, എനിക്കറിഞ്ഞൂടാ. അത് ഗവൺമെന്റ് പറഞ്ഞിട്ടില്ലല്ലോ. അത് മിനിസ്ട്രി ഓഫ് ഫൈനാൻസും വേണ്ടപ്പെട്ടവരും പിന്നെ ഇന്റലിജൻസ് ബ്യൂറോയും പോലീസും എല്ലാവരും ഇതിനകത്ത് അതായത് സാർ പരമാവധി കൗണ്ടർ ഫീറ്റ് നോട്ട് ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മെഷേഴ്സും അവരെടുക്കും. തീർച്ചയായും അവരെല്ലാം കൂടെ ചേർന്ന് ബ്രെയിൻ സ്റ്റോമിങ് നടത്തി ഈ യൂറോ, ഓസ്ട്രേലിയയാണ് ഇതിൻ്റെ ഗോഡ് ഫാദർ ഈ പ്ലാസ്റ്റിക് കറൻസി. അപ്പോൾ അവരുമായിട്ടൊക്കെ ആലോചിച്ച് അവിടെ നിന്നൊക്കെ എടുക്കാവുന്ന ടെക്നോളജി പല കാര്യങ്ങളും എടുത്ത് ഇന്ത്യയുടെ കാര്യങ്ങളും ഇപ്പം ഗാന്ധിജിയുടെ പടം അതിനകത്ത് വെച്ചെങ്കിൽ വേറെ ആരുടെയെങ്കിലും പടം നമുക്ക് വെക്കണമെന്നുണ്ട്. സവർക്കറുടെ പടം വെക്കണമെന്ന് തോന്നുകയാണ്, അല്ലെങ്കിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസ് പടം വെക്കണം. ഇരിക്കട്ടെ, 20 രൂപ നോട്ട് നേതാജിയുടെ പടം വരട്ടെ, 100 രൂപ നോട്ടിൽ അതുപോലെ നമുക്ക് വേണ്ടപ്പെട്ട അതുപോലെ ആരുടെയെങ്കിലും പടം വരട്ടെ. അപ്പം ഈ ഗാന്ധിജിയുടെ പടം മാത്രം എല്ലാ നോട്ടിലും വെക്കേണ്ട കാര്യമില്ലല്ലോ. എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയെക്കാളും വലിയ റോൾ പ്ലേ ചെയ്ത പല ആളുകളും മറക്കപ്പെട്ടു, തിരസ്കരിക്കപ്പെട്ടു. അപ്പം അവരുടെ ആരുടെയെങ്കിലും പടം വരട്ടെ. ബ്രിട്ടീഷുകാരുടെ കൺസെപ്റ്റ് ആണല്ലോ ഈ പിന്നെ അദ്ദേഹത്തിന് ഫാദർ ഓഫ് നേഷൻ എന്നൊക്കെ പറഞ്ഞത്. MI6 ഒരു ഇതാണ്. അത് എല്ലാ ഇന്ത്യക്കാരും യോജിച്ച് ചെയ്ത ഒരു തീരുമാനമോ പാർലമെന്റോ ഒന്നും അല്ല. ബ്രിട്ടീഷുകാരായിരുന്നു അതിൻ്റെ പിന്നിൽ. പിന്നെ നിസ്തുലമായ സർവീസ് അദ്ദേഹം ചെയ്തു, ഇല്ല എന്നല്ല. പക്ഷേ അദ്ദേഹം ചെയ്തുകൊണ്ട് ബാക്കി ആരും നേതാജി സുഭാഷ് ചന്ദ്രബോസിന് കുറവെന്ന് പറയുന്നത് ശരിയല്ല. അതാണ് MI6 എഴുതിയ ഹിസ്റ്ററി നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് ഇത് വയ്ക്കാൻ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഇഷ്ടമുള്ള രീതിയിൽ പല കാര്യങ്ങൾ. നമുക്ക് ഈ ഓസ്ട്രേലിയക്കാരെ പോലെയല്ലോ, നമുക്ക് ഇഷ്ടം പോലെ ഇതുപോലെ വലിയ വലിയ നേതാക്കന്മാരുണ്ട്, നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ സാറ് വരട്ടെ, നമുക്ക് ഈ പറഞ്ഞതുപോലെ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് ഈ കൗണ്ടർ ഫീറ്റ് നോട്ട്സ്. അപ്പോൾ അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥ, അത് നമ്മൾ ഇത്രയും വലിയ രാഷ്ട്രമാണ്, ഇത്രയും വലിയ ജനസംഖ്യയുണ്ട് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത് നമ്മുടെ ഈ കുതിച്ചുകൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു വെല്ലുവിളിയാണ്. ബാക്കിലോട്ട് വരും. അതെ, ബാക്കിലോട്ട് വരും. അതിനെ അപ്പോൾ എന്ത് വില കൊടുത്തും അതിനെ തടയുക. നമ്മുടെ സാമ്പത്തിക സുസ്ഥിരത, ആ വളർച്ചയിലുള്ള ആ സുസ്ഥിരത അത് നിലനിർത്തുക. നമ്മൾ ഉദ്ദേശിക്കുന്ന 2047 ആകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഗോൾ അച്ചീവ് ചെയ്യുക.
അതാണ് നമ്മുടെ അല്ലെ പ്ലാസ്റ്റിക് കറൻസി വന്നില്ലെങ്കിൽ നമ്മൾ അച്ചീവ് ചെയ്യില്ല 2047 അതിന് വലിയ തടസ്സം നേരിടും, ഡിസൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല. അതിന് വലിയ തടസ്സം നേരിടുമെന്നാണ് പൊതുവെ മനസ്സിലാക്കുന്നത്. എന്തായാലും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ ചുവടുവയ്പ്പാണ് നടത്താൻ പോകുന്നത്. ഈ പ്ലാസ്റ്റിക് കറൻസി വരുന്നതോടുകൂടി ഈ കള്ളനോട്ടിൻ്റെ, കൗണ്ടർഫീറ്റ് നോട്ട്സിൻ്റെ നിർമ്മാണവും അതിൻ്റെ വിതരണവും ഒക്കെ നിലയ്ക്കും. അതിൻ്റെ ആ സപ്ലൈ ചെയിൻ നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കും എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം ഉൾപ്പെടെയുള്ളവർ, സാമ്പത്തിക വിദഗ്ധരടക്കം ഈ കാര്യത്തിൽ നൽകുന്ന ഒരു നിർദ്ദേശമൊക്കെ അതാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഒരു വലിയ മാറ്റം ഈ രംഗത്ത് സർക്കാർ കൊണ്ടുവരികയാണ്. അത് നമുക്ക് സർവാത്മന സ്വീകരിക്കാം. എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഇത് സർക്കാർ നടപ്പാക്കാൻ പോകുന്നതെന്ന് ഇപ്പോഴും അതൊരു രഹസ്യാത്മകത അതിനകത്തുണ്ട്. ആ രഹസ്യാത്മകത അങ്ങനെ തന്നെ നിൽക്കട്ടെ. അത് ഒരു ദിവസം രാവിലെ നമ്മൾ ഉണർന്നെണീക്കുമ്പോൾ കേൾക്കുന്നത് ഒരു പക്ഷേ ഇതായിരിക്കാം: നമ്മുടെ രാജ്യം പ്ലാസ്റ്റിക് നോട്ടിലേക്ക് മാറിയിരിക്കുന്നു, പ്ലാസ്റ്റിക് കറൻസിയിലേക്ക് മാറിയിരിക്കുന്നു എന്നൊരു വാർത്തയായിരിക്കും ഒരു പക്ഷേ ഏതെങ്കിലും ഒരു പ്രഭാതം പൊട്ടിവിടരുമ്പോൾ നമ്മളെ തേടിയെത്തുന്നത്. നന്ദി, നമസ്കാരം. വന്ദേ മാതരം. വന്ദേ മാതരം.